ബോസ് മലയാളം സീസൺ 6ലേക്ക് അടുത്ത 6 വൈൽഡ് കാർഡ് എൻട്രികൾ എത്തിയിരിക്കുകയാണ്. അവരിൽ 4 പുരുഷന്മാരും 2 സ്ത്രീകളുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. വൈൽഡ് കാർഡുകൾ ഇതുവരെ ഹൗസിൽ ഓരോ മത്സരാർത്ഥിയും എങ്ങനെയുള്ള പ്രകടനം കാഴ്ചവെച്ചത് എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചിലർക്കൊക്കെ പുറത്തെ അവസ്ഥയെക്കുറിച്ച് സൂചന കിട്ടിയിട്ടുമുണ്ട്. പുറത്തെ കാര്യങ്ങളെ പറ്റി ഏറ്റവും കൂടുതൽ അറിവ് ലഭിച്ചത് ജാസ്മിൻ ജാഫറിനാണ്. ജാസ്മിന്റെ പേരിലുള്ള പുറത്തെ വിവാദങ്ങളെക്കുറിച്ച് വൈൽഡ് കാർഡ് സീക്രട്ട് ഏജന്റ് വിശുദ്ധമായി തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതോടെ തകർന്ന അവസ്ഥയിൽ എന്ത് ന്യായീകരിക്കണമെന്നറിയാതെ നിൽക്കുകയാണ് ജാസ്മിൻ. ഇപ്പോഴിതാ സീക്രട്ട് ഏജന്റിന്റെ കയ്യിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ കേട്ട് അസ്വസ്ഥതമായ ജാസ്മിൻ സുഹൃത്ത് ഗബ്രിയുമായി നടത്തിയ സംഭാഷണമാണ് വൈറലാവുന്നത്. എനിക്ക് കുറച്ചു നേരം സംസാരിക്കണം ഗബ്രി, എൻ്റെ മനസ്സ് ഒട്ടും ഓക്കെ അല്ലെന്ന് പറഞ്ഞാണ് ഗബ്രിയും ജാസ്മിനും സംസാരിച്ചു തുടങ്ങുന്നത്. ആരെന്തൊക്കെ പറഞ്ഞാലും ഗബ്രി, എനിക്ക് നിന്നോടുള്ള സ്നേഹം ഒട്ടും കുറയില്ല. മനസ്സിൽ തട്ടി പറയുന്നതാണ്. വിശ്വസിക്കാൻ പറ്റുന്നതാണെങ്കിൽ വിശ്വസിക്കുക. കാരണം ഞാൻ വേണ്ടാത്ത ഒരു രീതിയിലും നിന്നെ കണ്ടിട്ടില്ല, വേണ്ടാത്ത ഒരു രീതിയിലും നിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വേണ്ടാത്ത ഒരു രീതിയിലും നീ എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. പുറത്തുള്ള ഒരാൾ പറയുന്നതിലല്ലല്ലോ കാര്യം. ഞാൻ എന്താണെന്നും നീ എന്നോട് എന്താണെന്നും എനിക്കറിയാം. അതെന്നെ എഫക്റ്റ് ചെയ്യില്ല. എന്നെ എഫക്റ്റ് ചെയ്യുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലാതെ നിന്നോട് എനിക്കുള്ള സ്നേഹത്തിൽ ഒരു % പോലും കുറഞ്ഞിട്ടില്ല, കുറയുകയുമില്ല. എനിക്കൊന്ന് കരയാൻ പറ്റിയിരുന്നുവെങ്കിൽ ഉള്ളിലെ സങ്കടം ഒരുപാട് കുറഞ്ഞേനെ എന്നാണ് ജാസ്മിൻ പറയുന്നത്. ക്യാപ്റ്റനായി നിന്നെ പവർ റൂമിൽ നിന്നും പുറത്താക്കിയത് ബിഗ് ബോസ് ചെയ്ത ഏറ്റവും വലിയ ചതിയായി പോയി എന്നാണ് ഗബ്രി ഇത് കേട്ട് ജാസ്മിനോട് പറയുന്നത്. എല്ലാവരുടെയും കംഫർട്ട് സോൺ പൊട്ടുമ്പോൾ എൻ്റെ കംഫർട്ട് സോണും പൊട്ടട്ടടാ എന്നാണ് ജാസ്മിൻ ഇതിന് മറുപടിയായി പറയുന്നത്. ജാസ്മിൻ തകർന്നിരിക്കുകയാണ് എന്നറിഞ്ഞ് ഗബ്രി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഗബ്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്കറിയാം നിന്റെ ലൈഫിൽ ഇപ്പോൾ വല്ലാത്ത പ്രശ്നങ്ങളാണ് ഇവിടെ വന്നതുകൊണ്ടും അല്ലാതെയുമെല്ലാം നടക്കുന്നത് എന്ന്. നീ ഇമോഷണലി അൺസ്റ്റേബിൾ ആണ് എന്നും നിനക്കൊന്ന് കരയാൻ പോലും പറ്റുന്നില്ല എന്നും എനിക്കറിയാം. നിനക്ക് ആരുമില്ലാത്തതുപോലെ തോന്നുന്നുണ്ടാവാം. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നീ ഒറ്റയ്ക്കല്ല. ഗെയിം എനിക്ക് പോയാലും ഞാൻ നിന്റെ കൂടെ നിൽക്കും. അതിൻ്റെ പേരിൽ ഇവിടെ നിന്ന് പോകേണ്ടി വന്നാലും ഞാൻ നല്ല അന്തസ്സായിട്ട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകും. എനിക്ക് ഈ ഗെയിമിനേക്കാൾ ഇമ്പോർട്ടൻ്റ് നീയാണ് ജാസ്മിൻ. അതിന് കാരണം സ്നേഹമാണ്, പക്ഷെ പ്രണയമല്ല. പിന്നെ പ്രണയമാവാം, പ്രണയം ഉണ്ടായിട്ടുണ്ടാവാം, ഇനിയും ഉണ്ടാവാം എന്നറിയില്ല. നിന്റെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാം. നിന്റെ കല്യാണം നടന്നില്ലെങ്കിൽ മാട്രിമോണിയിൽ നിന്നോ എവിടെ നിന്നെങ്കിലും നിനക്ക് നല്ലൊരു ചെക്കനെ തപ്പിപ്പിടിച്ച് കെട്ടിക്കാം. ഞാനിവിടെ നിന്റെ അത്തയും ഉമ്മയും അനിയനും ചേട്ടനും സുഹൃത്തും ബോയ്ഫ്രണ്ട് ഭർത്താവും ഭാര്യയും എല്ലാമാണ് എന്നാണ് ഗബ്രി പറയുന്നത്. അതിന് ജാസ്മിൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: ഗബ്രി, എനിക്കൊന്ന് ഉള്ളു പൊട്ടിക്കരയണം. നമ്മൾ തമ്മിൽ റിലേഷനാണ്, പ്രണയമാണ് എന്നവർ പറഞ്ഞാൽ എനിക്ക് ഭയമില്ല ഗബ്രി. പക്ഷെ ഇപ്പോൾ പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ആർക്കും താങ്ങാൻ പറ്റില്ല. എനിക്കൊരു കുഞ്ഞനിയനുണ്ട്. അവന് പഠിക്കാൻ സ്കൂളിൽ പോകണം. എൻ്റെ ഹൃദയം കത്തിക്കൊണ്ട് കുത്തി കീറിയതുപോലെയാണ്. ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ബ്രെയിൻ കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ കരയുന്നത് പോലും കാണുന്നവർ പുച്ഛിക്കും. ആരും ഇല്ലാതെയായോ ഗബ്രി എനിക്ക്? ഞാൻ ആർക്ക് വേണ്ടി വന്നു? ഞാൻ ചെയ്ത തെറ്റെന്താണ് ഗബ്രി? ഒന്നും എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല. മനുഷ്യനല്ലേ, ഞാൻ കേൾക്കുന്നതിനും സഹിക്കുന്നതിനും ഒരു പരിധിയില്ലേ? 10-23 വയസ്സല്ലേ എനിക്കുള്ളൂ എന്നാണ് ജാസ്മിൻ പറഞ്ഞു വെക്കുന്നത്.